കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷം നമ്മൾ കണ്ടു. ശ്രുതിയെ കാണാനില്ലെന്ന വാർത്ത ശ്രുതി ഓടി വന്ന് ചന്ദ്രമതിയോട് പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ്. ദൈവമേ, എന്റെ ശ്രുതിമോളത് എവിടെ പോയെന്നൊക്കെ ഓർത്തോണ്ട് പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്രമതി, നീ എന്തിനാണ് കരയണെന്ന് ചോദിക്കുക. അതെ, ശ്രുതിയെ കാണുന്നില്ലെന്ന്. ശ്രുതിയെ കാണുന്നില്ലെന്നോ? അവളിത് എങ്ങോട്ട് പോവാനായിട്ടാ? ഇത് കേട്ടോണ്ട് ശ്രുതി പറഞ്ഞു, എനിക്കറിയില്ല അച്ഛാ എങ്ങോട്ടാ പോയെന്ന്. അവളുടെ കൂട്ടുകാരി മീരയെ വിളിച്ചിട്ട് പറഞ്ഞ് കാണുന്നില്ലെന്ന്. അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ആ ചായ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എങ്ങോട്ടാ പോയെന്ന് അറിയില്ലാന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, ഇതിപ്പോ എങ്ങോട്ട് പോവാനായിട്ടാ? അപ്പോഴേക്കും ബാക്കി സച്ചിൻ വർഷ എല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് സച്ചി ഇങ്ങനെ ഒരുമാതിരി ചിരിയൊക്കെ ചിരിച്ചിരിക്കുവാണ്. ഇത് കണ്ടപ്പോഴും ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ശ്രുതി അങ്ങോട്ട് പാഞ്ഞു എന്ന് സച്ചിനെ അങ്ങോട്ട് കോളറിനെ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ്. എടാ സത്യം പറയടാ, നീ ഒറ്റ ഒരുത്തം കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതിനെ വെറുതെ പെടുത്തില്ലെന്ന് പറയണം. ഓ, നിന്റെ ഭാര്യയ്ക്ക്? എടാ നീ ഇതിനേക്കാളും വലിയ കള്ളത്തരം പറഞ്ഞ് നടന്നപ്പോ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നോ? അന്ന് നീ വിചാരിക്കണമായിരുന്നു ഒരിക്കലും എന്തെങ്കിലും ഇത് പിടിക്കപ്പെടും, അന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. എന്നിട്ട് എല്ലാ കള്ളത്തരം കാണിച്ചിട്ട് ഇപ്പൊ എന്നോട് വന്ന് ചീത്ത പറഞ്ഞോടാ, കൈ എടുക്കടാന്ന് പറയണം. ഇല്ലടാ നിന്നെ ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് മൽപ്പിടുത്തം ഉണ്ടാക്കുക. പെട്ടെന്ന് രവീന്ദ്രൻ എഴുന്നേറ്റ് വന്നിട്ട് രണ്ടുപേരും കൂടെ മാറ്റിവിട്ട് വെച്ചു. സുധി, നീ ഇത് എന്ത് പരിപാടിയാ കാണിക്കുന്നേ? നീ എന്തിനാ ഇവനോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ ഇവൻ കാരണമല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതോ? ഓഹോ, ഒപ്പിച്ച് വെച്ചെല്ലാം നീയ. പാർക്കിൽ പോയി ചുറ്റി അടിച്ചതും വെറുതെ വായി നോക്കി പോയിരുന്ന നീയ. ജോലിക്കെന്നും പറഞ്ഞ് പോയിരുന്നിട്ട് ഭാര്യനെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഏത് ഭാര്യയ്ക്കാടാ അത് സഹിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുക. സുധിയുടെ വായിക്കാന്നാവില്ല. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ചെയ്ത് തെറ്റായിപ്പോയെന്ന് പറയാം. എന്ത്? എടാ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നീ എന്നോടൊന്നും പറയണ്ടായിരുന്നോ? ഞാൻ പിന്നെ ഇവരെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യലേ. അപ്പൊ സുധിക്ക് ഇത്ര നാണക്കേട് തോന്നത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷയും പറഞ്ഞു, അത് ശരിയാ. അല്ലെങ്കിലും സച്ചേൺ എന്ത് പറഞ്ഞാലും വെട്ടൊന്നും മുറിയുണ്ടെന്നുള്ള സ്വഭാവമല്ലേ. ഒതുക്കി തീർക്കേണ്ട പ്രശ്നം ഒതുക്കി തീർക്കണം, അല്ലാതെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒന്ന് പറയുകയല്ല ചെയ്യണ്ടേ. എന്നിട്ടോ പകരം എന്താ എല്ലാരും കൂടെ കൂട്ടി നിർത്തി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് നാണക്കേട് ഉണ്ടായി കാണൂലെന്ന് ചോദിക്കാം. സച്ചി പറഞ്ഞു, ഓഹോ, അപ്പൊ ഇവനെ ഈ പാർക്കിൽ കൂടെ തെണ്ടി നടന്നപ്പോ ആർക്കും ഒരു നാണക്കേട് ഇല്ലായിരുന്നു ചോദിക്കുവാണ്. എല്ലാരും കൂടെ സച്ചിനെ കുറ്റപ്പെടുത്തുന്ന കണ്ടപ്പോഴത്തേനും രേവതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. രേവതി പറഞ്ഞു, അതെ സച്ചേടൻ ചെയ്തത് തെറ്റ് തന്നെയാ. തെറ്റെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, പൂർണ്ണമായിട്ട് സച്ചേടൻ തെറ്റു പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് സച്ചേടൻ ഇവിടെ ജോലി ഇല്ലാന്നും പറഞ്ഞിട്ട് ഒരു ദിവസം ശ്രുതി വന്ന് ഇവിടെ കിടന്ന് വലിയ ഒച്ചപ്പാടും വേളം ഉണ്ടാക്കിയിരുന്നു. ഓർമ്മയുണ്ടോ? ശ്രുതി അവിടെ മസാജ് ചെയ്യാൻ പോകുന്ന വീട്ടില് അവിടെ കയറി ചെന്നൊക്കെ പറഞ്ഞിട്ട് ജോലി ഇല്ലാന്നും പറഞ്ഞിട്ട്. അതോ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ല അന്ന് പറഞ്ഞേ, അല്ലാതെ തനിച്ച് വിളിച്ച് നിർത്തിക്കൊണ്ടല്ലോ, അച്ഛനെ തനിച്ച് മാറ്റി നിർത്തിക്കൊണ്ടാണോ പറഞ്ഞേ? അല്ല. പിന്നെ എല്ലാരും കൂടെ എന്നാ സച്ചേടൻ ചീത്ത പറയേണ്ട കാര്യമില്ല. സച്ചേടൻ അവള് ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ സച്ചേടൻ ചെയ്യുന്നുള്ളൂ. ഇത് കേട്ടതും സച്ചേടൻ, അങ്ങനെ പറ, ഇങ്ങനെ വേണം ഭാര്യമാരാണെങ്കിൽ. ദേ നീയേ ഇവിടെ ഒന്നും എത്തണ്ടല്ല, നീ വലിയ പഠിച്ച് നല്ല വക്കീലാണ്ട, ബാധിക്കാൻ നിന്നെ കൊള്ളാന്ന് പറയണം. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, ചക്കിക്കൊത്ത ശങ്കരൻ പറഞ്ഞു കേട്ടുള്ളൂ. നിനക്ക് പറ്റിയ ഭാര്യ തന്നെയാന്ന് പറയണം. അത് പിന്നെ അങ്ങനെയല്ലേ അമ്മ വരുവുള്ളൂ എന്ന് ചോദിക്കണം. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശ്രുതി എവിടെയാണെങ്കിലും എനിക്ക് അവളെ കാണണം. അറിയാലോ, ഇനി അവളുടെ മലേഷ്യയിലുള്ള അവളുടെ ഡാഡി ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയത്തില്ല. പിന്നെ മലേഷ്യയിലുള്ള ഡാഡി ഇതുവരെയായിട്ട് ഒരു മനുഷ്യന്മാര് പോലും മലേഷ്യ ഡാഡിനെ കണ്ടിട്ടില്ല. എന്നിട്ടാണ് വലിയ വീരവാദം മുഴക്കണേ എന്ന് ചന്ദ്രമതിയോട് പറയണം. ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, എടാ ശ്രുതിയോട് പറഞ്ഞു, എടാ നീ ഇത് എന്ത് നോക്കി നിൽക്കുക? എത്രയും പെട്ടെന്ന് അവൾ എവിടെയാന്ന് വെച്ചാൽ അവളെ പോയി നോക്കിക്കൊണ്ട് വാ എന്ന് പറയണം. അമ്മ ഞാനിത് എവിടെ പോയാ നോക്കുന്നേ? എവിടെ പോയാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും പോയി നോക്കിയിട്ട് വരാൻ പറയണം. രവീന്ദ്രൻ പറഞ്ഞു, പോയി നോക്കിയിട്ട് വാ, അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ലോ എന്ന് പറയണം. പോയി നോക്കിയിട്ട് വാടാന്ന് പറയണം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, നീയും കൂടെ പോടാന്ന് പറയണം. അതിനെതിരെ ഞാൻ പോണേ? എന്റെ ഭാര്യനൊന്നും അല്ല കാണാതെ പോയിക്കുന്നേ, എന്റെ ഭാര്യ ഇവിടെ നിൽപ്പണം സച്ചി പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീയും കൂടെ കാണുമല്ലേ, നീയും കൂടെ ചെല്ലാൻ പറയണം. എന്താ അച്ഛായത്? ഞാൻ പോകുന്നില്ല എന്ന് പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ പോകാം അച്ഛാന്ന് പറയണം. നീ പോണ്ട, ഇവൻ പോയിക്കോളെന്ന് പറയണം. ദേ അവന്റെ സ്വഭാവം അറിയാലോ, അവന്റെ കൂടെ ഒന്ന് ചെല്ലാൻ പറയാണ്. കാരണം ഈ പറയുന്ന ശ്രുതിക്കാണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്ത് വിവരമില്ലെന്നുള്ള കാര്യം രവീന്ദ്രൻ നന്നായിട്ടറിയാം. കാരണം എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ മാതിരി കഴിവുകളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നീട് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു. സച്ചി നിൽക്കുന്ന കഴിയുമ്പോഴത്തെ രേവതി വന്നിട്ട് പറഞ്ഞു, ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വരാൻ പറയണം. അങ്ങനെ മനസ്സിലാ മനസ്സോടെ സച്ചി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുവാണ്. വാടാ
വൃത്തിയായിട്ടാണ് നീ കാണാൻ മനുഷ്യ ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയാ. എന്ത് ചെയ്യാനെന്ന് പറ. ഓരോ മരണങ്ങളൊക്കെ വരുന്നത്. ഇന്ന് എനിക്ക് ഓട്ടമുള്ള ദിവസമായിരുന്നു. ഇപ്പം കാരണം എൻ്റെ ഓട്ടം പോയി, എൻ്റെ പൈസയും പോയി, എല്ലാം പോയെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കുറേ ദൂരങ്ങൾ ചെന്നു. വണ്ടി ഓടിച്ച് പോയിക്കുമ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് ശ്രുതി ഇങ്ങനെ ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് ശ്രുതിയുടെ ഫോണിലേക്ക്. അപ്പൊ സച്ചു, നീ ആരെയാ വിളിക്കുന്നത്? ശ്രുതിനെ. എടാ, ആ ഫോൺ മുമ്പ് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് അല്ലേ? എപ്പോഴും സ്വിച്ച് ഓഫ് അല്ലേ? അതെ. പിന്നെ നീ എന്തിനാ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത് ചോദിക്കുക. അല്ലാതെ പിന്നെ ഫോൺ ഓൺ ആക്കുവാണെങ്കിൽ എവിടാ നീ ഇങ്ങനെ വിളിച്ചെന്ന് ഓർത്തോണ്ട് ഓഫായി പോയ ഫോൺ ഓൺ ആകാനൊന്നും പോകുന്നില്ല. നിന്റെ ഫോണിനെ ചാർജ് തീരുമെന്ന് മിച്ചം. അല്ലാതെ അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാ. വെറുതെ മന്ദബുദ്ധരം കാണിക്കാതെ ആ ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്ക്. ഇനിയിപ്പോൾ അതിനകത്തെ ചാർജും കൂടെ തീർക്കണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് എന്തിനാണെന്ന് അറിയത്തില്ല. പിന്നീട് സച്ചി ഓരോന്നിങ്ങനെ കുത്തി പറയാൻ തുടങ്ങി. എടാ, നീ പാറയ്ക്ക് പോയിരുന്നപ്പോൾ ഓർത്തില്ലല്ലേ ഇതുപോലൊരു പുലിവാല് വരുമെന്ന്? എടാ, ഇതാ പറഞ്ഞ പറ്റിക്കല്ലെന്ന്. എടാ, ഭാര്യമാരെ പറ്റിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഇതിനായ അപ്പുറത്തേക്ക് പോയി 3-4 മാസം ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചോറും കിട്ടിക്കൊണ്ട് പോയിട്ട് നാണം ഉണ്ടോടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയാണ്. ഇതോടെ കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ, എന്നെ ഇവിടെ ഇറക്കി വിട്ടേരെ, ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം. എങ്ങോട്ട്? 10 രൂപയെങ്കിലും നിന്റെ പോക്കറ്റിൽ എടുക്കാനുണ്ടോ? ഇല്ലല്ലോ. പിന്നെ നീ എന്റെ നടന്നു പോയി അന്വേഷിക്കുമെന്ന് ചോദിക്കുക. എന്തേലും പറയാനുണ്ടോ ശ്രുതിക്ക്? ശ്രുതിയുടെ മിണ്ടാട്ടം മുട്ടിപ്പോയി. പിന്നീട് കുറച്ചേരം കഴിയുമ്പോൾ ശ്രുതി വീണ്ടും വിളിച്ചു നോക്കണം. അപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത് ശ്രുതിയുടെ. എടാ, നീ ഈ വിളിക്കുന്ന സമയത്ത് നീ ഒരു കാര്യം ചെയ്യാ, ആ ബ്യൂട്ടി പാർലറിലേക്ക് അങ്ങനെ വിളിച്ചു നോക്ക്. അവിടെ വിളിച്ചു നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ അവൾ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കും എന്ന് പറയണം. അങ്ങനെ അവസാനം ശ്രുതി എന്ത് ചെയ്യണം, ബ്യൂട്ടി പാർലറെ ആ പെങ്കൊച്ചിന്റെ നമ്പറിലേക്ക് വിളിക്കണം. വിളിച്ചിട്ട് ശ്രുതി അവിടെ വന്നായിരുന്നു ചോദിക്കും. വന്നായിരുന്നു പറയണം. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. 1 മണിക്കൂർ മുമ്പ് പോവുകയും ചെയ്തല്ലോ, വന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ പോവുകയും ചെയ്തു, കളക്ഷനൊക്കെ എടുത്തോണ്ടാ പോവുകയും ചെയ്തെന്ന് പറയണം. അപ്പൊ പിന്നെ എങ്ങോട്ടായിരിക്കുമ്പോ എങ്ങോട്ടാ പോയെന്നറിയാവോ? ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കണ്ടെന്ന് പറയണം. ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകാൻ, ബസ്സിന് ടിക്കറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാൻ പോകണമെങ്കിൽ എങ്ങോട്ടാ? ആകെപ്പാട് കൺഫ്യൂഷനായി. പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി സ്ഥലപ്പേര് പറയാണ്. അത് ആ സ്ഥലപ്പേര് പെട്ടെന്ന് കേട്ട് കഴിയുമ്പോൾ സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി. ആദ്യയുടെ വിമലാന്റിയുടെ വീടിന്റെ അവിടുത്തെ ആ സ്ഥലപ്പേരാണ് പറഞ്ഞിരിക്കുന്നത്, തന്റെ അച്ഛമ്മയുടെയൊക്കെ ആ ഒരു സ്ഥലം. അപ്പൊ അങ്ങോട്ട് എന്തിനാ ഇവള് പോകുന്നേ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ സച്ചി പറഞ്ഞു, എടാ, അവൾ അങ്ങനെ ബസ് കയറി പോയിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുക. എനിക്കറിയില്ല എന്ന് പറയാ. പിന്നെ നീ എന്തിനാടാ ഭർത്താവെന്ന് പറഞ്ഞിരിക്കുന്നേ? ഭാര്യ എങ്ങോട്ടാ പോണേന്ന് പോലും നിനക്കറിയത്തില്ല. നാണമില്ലാത്തവനാ. എന്നിട്ട് അവൻ കയറി മോങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഒന്നിനും ഒരു പേരില്ല. കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ ഒരു ബോധമില്ലെന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഇതുവരെയായിട്ട് നിനക്ക് അറിയത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് സമാധാനം തരുന്നുണ്ടോ? സമാധാനം നിനക്കാണെങ്കിൽ സമാധാനം വേണ്ടല്ലേ എന്ന് ചോദിക്കുക. പിന്നീട് സച്ചി രേവതിനെ വിളിക്കുകയാണ്. രേവതിനെ സച്ചി ചോദിച്ചു, അതെ, നീ ഒരു കാര്യം ചെയ്യ, അവിടെ അലമാരിക്കകത്ത് കുറച്ച് പൈസ ഇരിപ്പുണ്ട്, അതും കൊടുത്തോണ്ട് നമ്മുടെ. അതെന്തിനാ പൈസ? അതൊക്കെ ഉണ്ട്. അല്ല, ശ്രുതിനെ കുറിച്ചുള്ള വലിയ വിവരം കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അതെ, ശ്രുതിനെ കുറിച്ച് ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. ശ്രുതി ബസ് കയറി പോയെന്ന് അറിയാൻ കഴിഞ്ഞു. ബസ് കയറി പോയ എങ്ങോട്ട്? നമ്മുടെ ആദിയുടെയും വിമലാന്റിയുടെ ഒക്കെ നാടില്ലേ, അങ്ങോട്ടേക്കാ ബസ് കയറി ടിക്കറ്റ് എടുത്തേന്നാ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് പറയണം. അങ്ങോട്ടേക്ക് എന്തിനാ പോണ്ടേ? അതൊന്നും അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, അന്ന് ഇനി നീയും കൂടെ പോരെ, അന്വേഷിക്കാൻ പോകും, നീയും കൂടെ വാ, അതല്ലേ നല്ലതെന്ന് ചോദിക്കണം. എന്നാൽ ശരി, ഞാൻ അവിടെ വന്ന് വഴി നിൽക്കാം, നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാൻ പറയാണ്. അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ റെഡിയാവുകയാണ്. റെഡിയായിട്ട് റോഡിൽ പോയി നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയും സച്ചിയും കൂടെ വരുവാണ്. സച്ചിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രേവതി എന്താണ് കടയിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് സച്ചി വന്ന് കയറാൻ വരട്ടെ എന്ന് പറയണം. എന്താ അങ്ങനെ പറഞ്ഞേ? നിൽക്കേ. പിന്നീട് ഫ്രണ്ടിലിരുന്ന ശ്രുതിയോട് പറഞ്ഞു, നീ ഇറങ്ങി പുറയിലേക്ക് ഇരിക്കാൻ പറയാം. ഞാനെന്തിനാ പുറയിലിരിക്കുന്നത്? അങ്ങനെ ഇപ്പൊ നീ സൂചിച്ചിരിക്കണ്ട, എന്റെ ഭാര്യ അതവള്, എന്നോടൊപ്പം എന്റെ ഭാര്യ ഇരിക്കണ്ടേ? നീ നിന്റെ ഭാര്യയെ നോക്കാത്തോണ്ടേ അവള് പിണങ്ങി പോയിരിക്കുന്നേ, എന്റെ ഭാര്യ എന്നോടൊപ്പം ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് രേവതിയോട് പറഞ്ഞു, നീ കയറി ഫ്രണ്ടിൽ ഇരിക്കാൻ പറയണം. വേണ്ട സച്ചിയേട്ടാ, ഞാൻ പുറയിൽ ഇരുന്നോളാം. അതൊന്നും പറ്റത്തില്ല, നീ ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പറയാം. ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു. പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അവസാനം രേവതിനെ കയറ്റി ഫ്രണ്ടിൽ ഇരുത്തി. അന്നായിരുന്നു നമുക്ക് പോയേക്കാന്ന് പറയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് സച്ചിയോട് ചോദിച്ചാൽ വേറെന്തെങ്കിലും വിവരം ശ്രുതിയെക്കുറിച്ച് കിട്ടിയെന്ന് ചോദിക്കാം. വേറെ എന്ത് വിവരം കിട്ടാനായിട്ട്? ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, നീ പോകണ്ടേ. അവള് കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് വന്നേനും, ഞാനിത് പറഞ്ഞ പക്ഷെ ആരെങ്കിലും സമ്മതിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. തേടെ ശ്രുതി പറഞ്ഞ, അത് വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. പിന്നെ വിഷമം മനസ്സിലാവില്ല പോലും. ആ പാർക്കിൽ പോയിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ ഈ പ്രശ്നങ്ങളൊന്നും നിനക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയാ. ഇവിടെ മനുഷ്യൻ പെട്രോൾ ഒടിച്ച് പോകുന്നുണ്ട്, അവനിതൊന്നും അറിയണ്ട. ഒരു 10 രൂപ കാശ് പോലും അവൻ്റെ കയ്യിൽ എടുക്കാനില്ല, എന്നിട്ട് വലിയ അഹങ്കാരം കാണിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നു എന്നൊക്കെ സച്ചി പറയാണ്. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഒരു പാട്ടൊക്കെ പാടാൻ തുടങ്ങി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി നിന്നും മിണ്ടായിരിക്കും സച്ചിയേട്ടാ. പിന്നെ ഞാൻ പാട്ട് പാടുന്നത് എന്താ, അത് ശ്രുതിനെ കളിയാക്കിക്കൊണ്ട് പാടുന്നെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി. ശ്രുതിക്കാണ് നല്ല ദേഷ്യം വന്നു.
ശ്രുതിക്ക് ഇറങ്ങി പോണമെന്നുണ്ട്. പക്ഷെ ഇറങ്ങി പോയിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇറങ്ങി പോകാനും പറ്റില്ലല്ലോ. വല്ലാത്തൊരവസ്ഥയിലാണ് ശ്രുതി ഇരിക്കുന്നത്. കുറച്ചേരം കഴിയുമ്പോഴത്തേനും സച്ചി ഒരു കറ അടുത്ത് നിന്ന് വണ്ടി നിർത്തുവാണ്. ഇതെന്താ സച്ചിയായിട്ട് ഇവിടെ ഇറങ്ങിയത്? ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകണം. പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. ഇതെന്താ ഇത് കഴിക്കുക? കുറച്ച് ദൂരം കൂടെ പോകണ്ടല്ലേ? വെറുതെ പട്ടിണി ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം മിക്കവാറും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവള് നല്ല ഫുഡും കഴിച്ച് അവിടെ പോയി ഇരിക്കുമായിരിക്കും. ഇവിടെ വിശന്ന് കുത്തി ഇങ്ങനെ അവളെ തപ്പിക്കൊണ്ട് നടക്കുക. എന്ത് ചെയ്യാനാ? മനുഷ്യന് സമ്മതം ഇരിക്കുന്ന കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ കുറെ ദൂരം കൂടെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ സ്ഥലമെത്തി. പക്ഷേങ്കിൽ സ്ഥലമെത്തിയെങ്കിൽ അവിടെ എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ. പിന്നീട് അവർ മൂന്നുപേരും കൂടെ ഇറങ്ങുവാണ്. ഫോണിനകത്തുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കുക. ഇങ്ങനൊരു പെൺകുട്ടി ഇവിടെ കണ്ടോന്ന്. പക്ഷെ ചോദിച്ചിട്ടൊന്നും ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊരു അവസ്ഥയായി അവർക്ക്. ഇനിയിപ്പം എവിടെ പോയി ആരോട് ചോദിച്ചാലാ കണ്ടെത്താൻ പറ്റുന്നതെന്ന്. ഈ സമയം ശ്രുതി നേരെ വീട്ടിലേക്ക് എല്ലുവാണ്. വീട്ടിലേക്ക് വിമല ഓടി വന്നു. എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാം. അമ്മയെന്ന് വിളിച്ചോണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് ആ നെഞ്ചിലേക്ക് വീഴുവാണ്. എന്താ മോളെ, കാര്യം എന്താന്ന് പറ. അതമ്മേ, കാര്യം എന്താന്ന് പറ. നമ്മൾ വിശ്വസിച്ച പോലെ അല്ലെന്ന കാര്യങ്ങള് നമ്മളെല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കും. പക്ഷേങ്കിൽ അവർ നമ്മളെ ചതിക്കുക പറ്റിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല അമ്മയെന്ന് പറയണം. മോളെ കാര്യം എന്താന്ന് പറ. നീ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അമ്മേ, ശ്രുതി എന്നെ വഞ്ചിച്ചെന്ന് പറയണ. ശ്രുതി മോളെ വഞ്ചിച്ചു എന്ത് പറ്റി? ഇത്രയും കാലം അവൻ ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറ്റിക്കുമായിരുന്നു അമ്മയെന്ന് പറയണം. ഇത് കേട്ടതും അവള് വിമലയ്ക്ക് ഒരു ഞെട്ടലുണ്ടേ. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അതേ അമ്മേ, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചല്ലെന്ന് പറയാണ്. കുറെ സമയം ഇങ്ങനെ കരഞ്ഞു കഴിയുമ്പോഴത്തേനും കുറെ സമയം ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയോട് വിമല പറഞ്ഞു, മോള് വിഷമിക്കണ്ട, ഇനിയിപ്പൊ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറൊന്നും കൊണ്ടല്ല, കാരണം നീ ഇതിനേക്കാളും വലിയൊരു തെറ്റ് ചെയ്തിട്ടല്ലേ അങ്ങോട്ട് ചെന്നേക്കെന്ന് ചോദിക്കുക. പെട്ടെന്നാണ് ശ്രുതിക്ക് മനസ്സിലേക്ക് ആ ചിന്ത ഉണ്ടായത്. അല്ലമ്മ അതും ഇതുമായിട്ട് അമ്മ ഇങ്ങനെ കമ്പയർ ചെയ്യല്ലേ? പിന്നെ എങ്ങനെയാ? ഒരു പക്ഷേങ്കിൽ നിന്റെ കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലൊന്ന് ഓർത്ത് വയ്ക്കുക എന്താ സംഭവിക്കുന്നത്. ഇപ്പൊ ഈ കാര്യം നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ നിന്റെ കാര്യം അവൻ അറിഞ്ഞാലോ? അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പെട്ടെന്നൊരു ഞെട്ടലുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഇതിനിപ്പോ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളാട്ടോ. അപ്പൊ എല്ലാ ദിവസവും നടക്കുന്ന വിശേഷങ്ങൾ അന്നൊന്ന് വൈകുന്നേരം ഞാൻ ഒറിജിനൽ കഥ എന്ന് പറഞ്ഞ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും അതും കൂടെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.